സായിറാം, എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഏതൊരാഗ്രഹവും നടക്കാൻ വേണ്ടി നമുക്ക് ബാബയ്ക്കായി ചെയ്യാവുന്ന ഒരു ചെറിയൊരു പൂജയെക്കുറിച്ചാണ് കേട്ടോ. പൂജ എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് ആവശ്യം 2 മൺവിളക്കാണ്. കാരണം മൺവിളക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ 2 വിളക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ബാബ എപ്പോഴും പറയാറുള്ള ശ്രദ്ധ, സബൂരി. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അടിയുറച്ച വിശ്വാസം, സബൂരി ക്ഷമ. അപ്പോൾ നമ്മൾ ഈ 2 കാര്യങ്ങളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്താണ് 2 മൺവിളക്ക് നമ്മൾ എടുക്കുന്നത്. ശേഷം നിങ്ങളിത് തുടങ്ങാൻ പറ്റിയ നല്ലൊരു സമയമെന്ന് പറയുന്നത്, ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വ്യാഴാഴ്ച ദിവസമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അത് തുടങ്ങി അങ്ങോട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കത്തിച്ചു വരാം. ഇത് എടുക്കുന്നത് നമ്മൾ കത്തിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അത് എനിക്ക് നടന്നു കിട്ടണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമായിരിക്കണം നിങ്ങൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അത് മനസ്സിൽ ഉറപ്പിച്ച് വേണം നിങ്ങൾ വ്യാഴാഴ്ച ദിവസം ഈ വിളക്ക് കത്തിച്ചു തുടങ്ങുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ചിലർ 2 വിളക്കിലും 2 മൺവിളക്കിലും 1 രൂപ വീതം ഇടാറുണ്ട്. 1 രൂപ കോയിൻ ഇടാറുണ്ട്. അത് ഇട്ടില്ലെങ്കിലും ഓപ്ഷണലാണ്, അത് ഇട്ടില്ലെങ്കിലും പ്രോബ്ലമില്ല. എടുക്കുന്നത് 2 മൺവിളക്ക് തന്നെ ആയിരിക്കണം. അതിലൊന്ന് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ശ്രദ്ധ എന്നും ഒന്ന് സബൂരി, അത് മനസ്സിലുണ്ടാവുക. ശേഷം നിങ്ങൾ വ്യാഴാഴ്ച ദിവസം ഇത് കത്തിക്കുന്ന സമയത്ത് 1 വിളക്ക് കത്തിക്കുമ്പോൾ മനസ്സിൽ ശ്രദ്ധ എന്ന് പറഞ്ഞു വേണം കത്തിക്കാൻ. അടുത്ത വിളക്ക് സബൂരി. രണ്ടും അർത്ഥം മനസ്സിലാക്കൂ. ഒന്ന് നമുക്ക് വിശ്വാസം, അടിയുറച്ച വിശ്വാസം, നമ്മൾ ഏതാഗ്രഹമാണോ നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഈ വിളക്ക് കത്തിക്കുന്നത് അത് നടക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസം. അത് നടക്കുന്നത് വരയ്ക്കും ഞാൻ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ വിളക്ക്. ആ വിളക്ക് രണ്ടാമത്തെ വിളക്ക് കത്തിക്കുമ്പോൾ സബൂരി എന്ന് പറഞ്ഞ് മനസ്സിൽ പറയുകയോ ഉച്ചത്തിൽ പറയുകയോ ഒക്കെ ആവാം, പറഞ്ഞു വേണം കത്തിക്കാൻ. ശേഷം നിങ്ങൾക്ക് വേറെ ഒരു മന്ത്രങ്ങളും അറിയില്ലെങ്കിൽ പോലും ബാബയുടെ ഓം സായിറാം എന്ന് പറയുന്ന മന്ത്രം ഒരു 21 വട്ടമോ 108 വട്ടം ജപിച്ചാൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഈ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ ബാബയുടെ ഓം സായിറാം എന്ന് പറയുന്ന മന്ത്രം ഒരു 108 തവണ ഒന്ന് ജപിക്കുക കേട്ടോ. ഇത്രയും മാത്രമാണ് നമ്മൾ ഈ ഒരു പൂജയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഇത് പരിപൂർണ്ണ ആത്മാർത്ഥ വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു 5 ആഴ്ചയിലൊക്കെ നമ്മുടെ ആ കാര്യത്തിൻ്റെ ഒരു തടസ്സം മാറി നമുക്ക് ആ ആഗ്രഹം ഉറപ്പായിട്ടും നടക്കും കേട്ടോ. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനെ പറഞ്ഞാണോ നമ്മൾ ചെയ്യുന്നത് അതിന് മാത്രമല്ല കേട്ടോ, നമുക്ക് തന്നെ ഒരു മനസ്സിൽ ഒരു ഭയമൊക്കെ നീങ്ങാനും നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാനുമൊക്കെ ഈ ഒരു വിളക്ക് കത്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാനും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ കാര്യം പറയുന്നത്. കാരണം ഒരുപാട് പേർക്ക് അറിയാമായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും ഒരുപാട് ഫലം നൽകുന്നതുമായ ഒരു ചെറിയൊരു പ്രാക്ടീസാണ്. എന്നാൽ ഒരു റിച്വൽ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ബാബയുടെ ഈ 2 മൺവിളക്ക് കത്തിക്കുന്നത്, മൺവിളക്ക് എന്ന് പറയാൻ കാരണം നമ്മൾ സായി സച്ചരിത്രയിൽ തന്നെ മൺവിളക്കിൻ്റെയും ബാബ അതിലാണ് വിളക്കുകൾ കൊളുത്തിയിരുന്നതെന്നും ദീപത്തോടുള്ള ബാബയുടെ പ്രിയത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് സായി സച്ചരിത്രയിൽ വായിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബാബ എപ്പോഴും പറയാറുള്ള മന്ത്രമാണ് ശ്രദ്ധ സബൂരി. അതുകൊണ്ട് തന്നെ ആ ഒരു കൺസെപ്റ്റോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ കാര്യത്തിന് ഒരു തടസ്സം ലഭിക്കുകയില്ല. അതുപോലെ തന്നെ നമുക്ക് നടക്കാത്ത കാര്യം മാത്രമല്ല, നമ്മളൊരു കാര്യം പുതിയതായി തുടക്കം കുറിക്കുമ്പോഴും നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ബാബയുടെ അനുവാദം ചോദിക്കുന്നത് പോലെയും നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ നമുക്ക് നടത്തി തരാനും ഒക്കെ വേണ്ടി നമുക്ക് ഈ ഒരു വിളക്ക് കത്തിച്ചു തുടങ്ങാം. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ബാബയുടെ ദിവസമായ വ്യാഴാഴ്ച തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം നാളെ വ്യാഴാഴ്ചയാണ്. ആർക്കെങ്കിലും ഇത് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ. ഓരോ ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വേറെ ഏതെങ്കിലും തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ആഗ്രഹങ്ങൾ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അതിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി പരിചയമുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രോബ്ലംസ് ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ അവർക്കിത് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അവരുടെ ഏറെക്കുറെ ആഗ്രഹങ്ങളും അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒട്ടും സംശയം വേണ്ട. കേൾക്കുന്ന സമയത്ത് തന്നെ പരിപൂർണ്ണ വിശ്വാസത്തോടെ ബാബ ഉറപ്പായിട്ടും ആ കാര്യം നിങ്ങൾക്ക് നടത്തിത്തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്തു തുടങ്ങുക കേട്ടോ. ഇനി ഞാൻ
ഓരോ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത്, വീഡിയോസ് ഇടുന്ന സമയത്ത് ബാബയെക്കുറിച്ച് ഒരുപാട് പേര് ചില കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന ഒരാശയങ്ങളും ബാബയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കതറിയില്ല കേട്ടോ. കാരണം ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ സാഹചര്യങ്ങളിൽ ഞാൻ കണ്ടറിഞ്ഞ ബാബയെക്കുറിച്ചും ബാബയുടെ പ്രസൻസിനെ കുറിച്ചും ആ ഒരു രീതിയിൽ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ സാഹചര്യം പോലെ ആയിരിക്കില്ല ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും. അപ്പോൾ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ ബാബ നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സഹായമായും നിങ്ങളുടെ പ്രസൻസായും ഒക്കെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഭക്തി ആയിക്കോട്ടെ, ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ബാബയുടെ ആശയങ്ങൾ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. കാരണം ഞാൻ അനുഭവിച്ച സിറ്റുവേഷനിലൂടെ ഞാൻ മനസ്സിലാക്കിയ ബാബയെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ പറയുന്നതൊന്നും ഞാൻ ബാബ പറഞ്ഞ കാര്യങ്ങളല്ല എന്ന് വരെ പറയുന്നവരുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത ഒന്നാണ്, എന്നെ ആരാധിക്കുന്നതിൽ നിങ്ങൾ യാതൊരുവിധ അനുഷ്ഠാനങ്ങളോ ശാസ്ത്രങ്ങളോ നോക്കേണ്ടതില്ല എന്ന് സായി സച്ചരിത്രയിൽ ബാബ വ്യക്തമായി പറയുന്നുണ്ട്. ആ ബാബ എന്നെ ഇന്ന രീതിയിലേ നിങ്ങൾ വർണ്ണിക്കാവൂ, എന്നെ ഈ രീതിയിലേ നിങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ എന്നെ ഇന്ന രീതികളിലൂടെയേ നിങ്ങൾ എന്നെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്താവൂ എന്ന് പറഞ്ഞതായിട്ടും എനിക്കറിയില്ല. കാരണം ഒരു പൂജയിൽ പോലും യാതൊരുവിധ നിയന്ത്രണങ്ങളും വയ്ക്കാത്ത ബാബ ഒരിക്കലും ബാബയുടെ കഥകൾ മറ്റൊരാളോട് പറയുമ്പോൾ അതിൽ ഇന്ന രീതികളിലൂടെ നിങ്ങൾ പറയാവൂ എന്ന് ബാബ പറയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ബാബ സായി സച്ചരിത്രയിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ കഥകൾ കേൾക്കുന്നവനും പറയുന്നവനും എൻ്റെ കഥകൾ പാരായണം ചെയ്യുന്നവൻ്റെയും ഒപ്പം ഞാൻ എപ്പോഴും സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത് കേട്ടോ. എനിക്കറിയാവുന്ന കാര്യം, ബാബയിൽ താല്പര്യമുള്ള ബാബ ഡിവോട്ടീസായ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിന് ആശ്വാസം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് ബാബ നൽകുന്ന ഒരു സഹായം അല്ലേ. കാരണം മറ്റൊരാളുടെ മനസ്സിനൊരു ആശ്വാസം കൊടുക്കുന്ന സമയത്ത് നമുക്കും അതിൻ്റെ ഒരു ഫലം ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ ആശയങ്ങളൊന്നോ ഇങ്ങനെ പറയാവോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് അറിവുള്ള, ഞാൻ അനുഭവിച്ചറിഞ്ഞ ബാബയെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഒപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഓം സായിറാം.